രാമ 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 ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാഘവാത്മാ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 21ാം സുദിനത്തിലേക്ക് കടക്കുകയാണ്. രാമായണത്തിലെ അതിശ്രേഷ്ഠമായ കഥാഭാഗങ്ങളിലൂടെയാണ് രാമായണ അമൃതം നമ്മൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തിലെ ബാലിസുഗ്രീവ യുദ്ധവും ബാലിയുടെ വാക്കുകളും ബാലിസ്തുതിയും ബാലിക്കുള്ള ഉപദേശവും എല്ലാം കഴിഞ്ഞു. താരോപദേശം കഴിഞ്ഞു. ശ്രീരാമചന്ദ്രസ്വാമി ഋഷ്യമൂകാചലത്തില്
കഴിഞ്ഞുകൂടുകയാണ്. മഴക്കാലമായപ്പോൾ, മഴക്കാലം പൊതുവെ പ്രവർത്തനങ്ങൾ കുറവാണല്ലോ, ആ മഴക്കാലത്ത് സന്യാസിമാര്, താപസന്മാര് നിർബന്ധപൂർവം അനുഷ്ഠിക്കേണ്ടുന്ന ഒരു വ്രതമുണ്ട്. 4 മാസക്കാലത്തെ വ്രതം, ആശ്രമ ധർമ്മമാണത്. അതിന്റെ പേരാണ് ചാതുർമാസ്യം എന്ന് പറയും. അങ്ങനെയുള്ള ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ച് ആ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു ദിവസം ലക്ഷ്മണൻ ക്രിയാമാർഗ ഉപദേശത്തെക്കുറിച്ച് ശ്രീരാമനോട് ചോദിക്കുന്നത്. ക്രിയാമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനെ പ്രാപിക്കാനുള്ള പൂജാവിധികൾ ഉൾപ്പെടുന്നതാണ് ക്രിയാമാർഗം. നമ്മുടെ താന്ത്രികം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ പെട്ടതാണ്. അങ്ങനെ ക്രിയാമാർഗത്തെ കുറിച്ച് ഉപദേശിക്കുകയാണ്. എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പൂജാ സംവിധാനത്തിലൂടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉപദേശിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയുന്നത് ക്രിയായോഗം, പൂജാവിധികൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. വൈദികം, താന്ത്രികം, മിശ്രം, ഇങ്ങനെ 3 തരത്തിലുള്ള പൂജാവിധികളുണ്ട്. വേറെ വേറെയും എല്ലാം ചേർന്നിട്ടും ആണ് പൂജാവിധികൾ ഉള്ളത്. വൈദികമായിട്ടുള്ളത് വേദമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടുള്ളത്. തന്ത്ര സമുച്ചയം പോലുള്ള മഹാഗ്രന്ഥങ്ങളിൽ, ശാരദാതിലകം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിക്കുന്ന ആ താന്ത്രിക കർമ്മങ്ങൾ ഉൾപ്പെടുന്നത് താന്ത്രികം. മിശ്രം, ഈ വൈദികവും താന്ത്രികവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വൈദിക മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഹോമം ചെയ്യുക, അതോടൊപ്പം പൂജകളും ചെയ്യുന്ന സംവിധാനം മിശ്രം. ഇതൊക്കെയാണ് ഭക്തിയോഗത്തെ ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിയായോഗം ഉപദേശിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ചിത്തശുദ്ധി, മനഃശുദ്ധി ഉണ്ടാകാനും ഈശ്വരനിൽ ഭക്തി വിശ്വാസം ഉണ്ടാകാനും ഭക്തന്മാർക്ക് ഏകാഗ്രത ഉണ്ടാകാനും പറ്റിയ മാർഗമാണ് ഈ ക്രിയാമാർഗ ഉപദേശം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന പൂജകളുടെ അടിസ്ഥാനം ഇതാണ്. അങ്ങനെയുള്ള ക്രിയാമാർഗോപദേശത്തില് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അത് മുഴുവനായിട്ടും നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അനുസ്മരിക്കാൻ പറ്റില്ല. പലർക്കും അഭിപ്രായമുണ്ട് പ്രഭാഷണം കുറച്ചിട്ട് പാരായണം കൂടുതലാവണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, പ്രഭാഷണം കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. രാമായണത്തെ പഠിക്കുക അല്ല. തിരക്കുള്ള റോഡിൽ വെച്ചിട്ട് നമുക്ക് ഏതായാലും വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റില്ല. അത് മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് ഈ തിരക്കുള്ള റോഡിലൂടെ മെല്ലെ മെല്ലെ അങ്ങനെ ഓടിച്ചു പോകാനേ പറ്റുള്ളൂ. ഇതുപോലെയാണ് ഈ ഒരു രാമായണ മാസം എന്ന ചുരുങ്ങിയ മാസത്തില് നമുക്ക് സാധിക്കുമോ? 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണവും 4,000-ഓളം ശ്ലോകങ്ങളുള്ള അധ്യാത്മ രാമായണം, വ്യാസ രാമായണം എന്ന് പറയുന്നതും അതിനെ അധികരിച്ച് എഴുത്തച്ഛൻ മലയാളത്തിലുണ്ടാക്കിയ ഈ 30 ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഒക്കെ ആയിട്ട് വായിച്ച് 31 ദിവസങ്ങൾ കൊണ്ട് തീർക്കേണ്ടതാണ്. നമ്മൾ എല്ലാം കൂടിയിട്ട് ഈ സന്ദേശം നമുക്ക് പ്രധാനമാണ്, വെറുതെ വായിക്കുകയല്ല. നാമാനി ഗീതാനി തദർത്ഥഗാനി ഗായൻ വിലജ്ജോ വിചരേത സംഗ. ഒന്നുമില്ലാത്തതിൽ ഭേദമാണ് കുറച്ച് ശ്ലോകം ചൊല്ലുന്നത്, അല്ലെങ്കിൽ രാമനാമം ജപിക്കുന്നത്, രാമായണം തെറ്റായിട്ടെങ്കിലും പാരായണം ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ കുറച്ച് അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് ഇത് ക്രിയായോഗമാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടുള്ളൊരവസരം ആഗമം, നിഗമം, ആഗമം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ധൂപദീപങ്ങൾ കൊണ്ട് നിവേദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് അർപ്പിച്ചു കൊള്ളണം. അതെങ്ങനെയൊക്കെയാണ് വേണ്ടത്? പൂജയുടെ ഒടുവില്, ഹോമത്തിന്റെ ഒടുവിലൊക്കെ എൻ്റെ സഹസ്രനാമങ്ങൾ ജപിക്കണം. വന്യമധ്യേ സ്മരേദ്രൂപം,
മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്തിയാബുധോത്തമൻ. അഗ്നിയിൽ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പൂജാതി കർമ്മങ്ങളിൽ. ഗണപതി ഹോമം നടത്തുമ്പോൾ ഗണപതിയെ ആ അഗ്നിയുടെ മധ്യത്തിൽ അങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിലാണ് ഗണപതിയെ കണ്ടുകൊണ്ടാണ് ആ ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈയൊന്നിങ്ങനെ ഒന്ന് മാറ്റിപ്പിടിച്ച് ആ വായിലേക്ക് ഇങ്ങനെ അഷ്ടദ്രവ്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് സ്വാഹ എന്ന് പറയുമ്പോഴുള്ള ഭാവന. ദേവിയെ കണ്ടുകൊണ്ട് ആ പട്ടുവസ്ത്രങ്ങളും ഫലങ്ങളും അങ്ങനെ സമർപ്പിക്കുന്നു. ചണ്ഡികാ ഹോമത്തിൽ, യാഗത്തിൽ, മൃത്യുഞ്ജയ ഹോമത്തിൽ അങ്ങനെ സമർപ്പിക്കുന്നു. ഇതൊക്കെ വിശേഷപ്പെട്ടതാണ്. പിന്നെ ഒടുവില്, ഇതിൻ്റെയൊക്കെ ഒടുവിലാണ് സ്തുതിഗീതങ്ങളൊക്കെ പാടിക്കൊണ്ട് മൃദംഗം താളങ്ങളൊക്കെ ആയിട്ട് നൃത്തഗീതി സ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തവാങ്കേ നിധായാനന്ദപൂർവകം രക്ഷ മാ ഘോര സംസാരാദിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം തത്തൽ താളമൃദംഗവാദ്യഗീത സഹിതം. ഒടുവില് മംഗളാരതി ഉണ്ടാവില്ലേ, അതിനു മുമ്പായിട്ട് സ്തുതിഗീതങ്ങളൊക്കെ പാടുക, വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കുക, സഹസ്രനാമൊക്കെ ജപിക്കുക. അത് കഴിഞ്ഞാൽ മംഗളാരതിയൊക്കെ കഴിയുന്ന സമയത്ത് നല്ലതുപോലെ സ്തോത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ നല്ലതുപോലെ കണ്ട് ആ പാദത്തിൽ പ്രദക്ഷിണവും നമസ്കാരമൊക്കെ ചെയ്യുക. എന്നിട്ട് പൂജ കഴിഞ്ഞാൽ ഉടനെ അടുത്ത പരിപാടിയല്ല, പൂജ കഴിഞ്ഞാൽ ആ സാന്നിധ്യം കുറച്ചു നേരം അനുഭവിക്കാൻ അതിന്റെ സമീപത്ത്, അവിടെ സമീപത്ത് തന്നെ വസിക്കുക. എന്നിട്ട് തീർത്ഥം സ്വീകരിക്കുക, സേവിക്കുക. ഉള്ളിലേക്ക് തലയ്ക്കൊരക്കാനുള്ളതല്ല, സേവിക്കുക. പ്രസാദം സ്വീകരിക്കുക, ചൂടാനൊക്കെയുള്ള പ്രസാദങ്ങൾ സ്വീകരിക്കുക. അത് കഴിഞ്ഞ് നിവേദ്യ പ്രസാദങ്ങൾ, ഇതൊക്കെ നിർബന്ധമാണ്. അല്ലാതെ പൂജയിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, പൂജ ചെയ്തിട്ട് കാര്യമില്ല. പ്രസാദം സ്വീകരിക്കാത്തവൻ ആ പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പൂജയുടെ ഫലം കിട്ടില്ല എന്നാണ് സ്കന്ദപുരാണത്തിലൊക്കെ പറയുന്നത്, വ്രതമഹാത്മ്യത്തിലൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ വിശേഷമായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയായോഗം അനുഷ്ഠിക്കിൽ. ക്രിയായോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാലുള്ള ഫലം ഒക്കെ കരുണാമൂർത്തിയായ ശ്രീരാമചന്ദ്രസ്വാമി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ പൂജകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ലോകത്തിന് ഉപദേശിക്കുകയാണ്. ലക്ഷ്മണനിലൂടെ അത് ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, ലക്ഷ്മണന് വേണ്ടിയിട്ട് മാത്രമല്ല ഉപദേശം. പിന്നെ ആ ഉപദേശങ്ങള് ഈ രാമായണത്തിലും ഭാഗവതത്തിലും അതുപോലെയുള്ള സദ്ഗ്രന്ഥങ്ങളിലൊക്കെ ഉപദേശങ്ങളായിട്ട് പറയുന്നതൊക്കെ ആ ഗ്രന്ഥത്തിലുള്ള കഥാപാത്രത്തിന് വേണ്ടിയിട്ടല്ല, ഏതോ കാലഘട്ടത്തിന് വേണ്ടിയിട്ടല്ല, സാർവലൗകികമാണിത്, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നിവിടെ ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് ഹനുമൽ സുഗ്രീവ സംവാദമാണ്. അതായത് ചാതുർമാസ്യ വ്രതം 4 മാസം കഴിഞ്ഞിട്ടും, ചാതുർമാസ്യ വ്രതം 4 മാസമാണ്, അങ്ങനെയാണ് പറഞ്ഞത്, രണ്ടും കൂടി പറയണമെന്നില്ല. സുഗ്രീവൻ എത്തിയില്ല, വാക്ക് പാലിച്ചില്ല. കുറച്ചുനാള് ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞു കൂടിക്കോളൂ, ഞാൻ ചാതുർമാസ്യം ഒന്ന് കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. എത്തിയില്ല. അധികാരത്തിൽ ഭ്രമിച്ചു കഴിഞ്ഞുകൂടി, തന്റെ കാര്യം നടന്നു, ഇനി പേടിക്കാനില്ലല്ലോ എന്നൊരു തോന്നല് ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ കാണാം, പ്രയാസമുള്ള സമയത്ത്, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ ഇന്ന വഴിപാടുകൾ കഴിക്കും, ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, ഇന്ന വഴിപാട് കഴിക്കാം എന്നൊക്കെ പറയും. പക്ഷെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ വഴിപാടിനെ കുറിച്ച് മറക്കും. ആ പറഞ്ഞ തീയതികൾ ഓർമ്മയുണ്ടാവില്ല. ചെയ്യാം, നമുക്ക് മെല്ലെ നോക്കാം എന്നുള്ള ഭാവനയിലേക്ക് എത്തും. അതൊരിക്കലും ശരിയല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഹനുമാൻ സുഗ്രീവനെ സമീപിച്ച് കാര്യങ്ങൾ പറയുന്നു. മഹാബലവാനായ ബാലിയെ നിനക്ക് വേണ്ടി ശ്രീരാമൻ കൊന്നു, നിനക്ക് വേണ്ടി മാത്രമാണ് കൊന്നത്. നിന്റെ കാര്യം നേടിയപ്പോൾ നീ ചെയ്ത സത്യം നീ പാലിക്കുന്നില്ല, സീതാന്വേഷണം നടത്തിയില്ല, വാക്ക് വൃദ്ധാവിലായി. അദ്യവാശോവാ മൃത്യു ഭവിക്കുമതിനില്ല സംശയം,
പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചിത്തത്തിൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഉപകാരം മുൻപേ ചെയ്തവരും പകരം ഉപകാരം പ്രതീക്ഷിക്കുന്നവരുമായവരോട് വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ വാക്ക് കൊടുത്തിട്ട് പാലിക്കാത്തവൻ ആ പുരുഷന്മാരിൽ അധമനാണെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് അങ്ങ് വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ ഇനി സംശയമൊന്നുമില്ല, ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിന്റെ മരണം ഉറപ്പാണ്. ബാലിക്കുണ്ടായില്ലേ മരണം, അതുപോലെ ഉറപ്പിച്ചോളൂ എന്നാണ് ഹനുമാൻ സ്വാമി പറഞ്ഞത്. ശുഭമായാലും അശുഭമായാലും പറഞ്ഞ വാക്ക് പാലിക്കണം. അതും അങ്ങനെ വാക്ക് പാലിക്കാൻ എല്ലാം ത്യജിച്ച്, ആരോടാണ്? പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എല്ലാം ത്യജിച്ച ശ്രീരാമനോടുള്ള വാക്കാണ് പാലിക്കാതിരിക്കുന്നത്. അത് അങ്ങേയറ്റത്തെ അപകടമാണ് എന്നൊക്കെ ഹനുമാൻ സ്വാമി സുഗ്രീവനോട് പറയുന്നു. പിന്നീടാണ് ലക്ഷ്മണന്റെ ആ കിഷ്കിന്ധയിലേക്കുള്ള പുറപ്പാട്. ആദ്യം ഹനുമൽ വാക്യങ്ങള്, പിന്നീട് ലക്ഷ്മണന്റെ പുറപ്പാട്. കോപത്തോടു കൂടിയിട്ടാണ് ലക്ഷ്മണൻ പുറപ്പെട്ടത്. പിന്നീട് സൗമ്യമായിട്ട് പെരുമാറി. ശഠേശാഠ്യം, ശഠേവിന, ഏത് തരത്തിൽ വേണമെങ്കിലുണ്ട്. ആദ്യം ഒന്ന് കോപത്തോടു കൂടിയിട്ട് പറഞ്ഞുവെങ്കിൽ അദ്ദേഹം പേടിച്ചു വിറക്കുമ്പോൾ സൗമ്യമായിട്ട് പെരുമാറുന്നു. സുഗ്രീവൻ രാമസന്നിധിയിൽ എത്തിച്ചേരുന്നു. സുശക്തമായ വാനരപ്പട തയ്യാറായി കഴിഞ്ഞു. അന്യോന്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സുഗ്രീവൻ രാമനോട് തന്റെ സന്നാഹത്തെ കുറിച്ച് പറയുന്ന ചില രംഗങ്ങള്. വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൻ പാർത്തരുളേണം ആദരാൽ മർക്കട വീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ. ഓരോ ദിക്കിലേക്കും 100,000 കപിവീരന്മാരെ വിട്ടു. തെക്കേ ദിക്കിലേക്ക് ദൗത്യ സംഘം പുറപ്പെട്ടു. അംഗദൻ, ജാമ്പവാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ തുടങ്ങിയവര്. ഹനുമാനും ഈ കൂട്ടത്തിൽ. 30 ദിവസത്തിനുള്ളിൽ മറുപടിയാകണം. ഇതാണ്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെയും കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നുള്ളതാണ് സുഗ്രീവന്റെ ആജ്ഞ, സുഗ്രീവാജ്ഞ. ശ്രീരാമൻ ഈ സന്ദർഭത്തില് ഈ ദൂതന്മാര് ഓരോ സ്ഥലത്തേക്കായിട്ട് പുറപ്പെടുന്നു. ഈ പുറപ്പെടുന്ന സമയത്ത് ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു, പ്രത്യേകിച്ച് വിളിച്ചു. ഭക്തന്മാരെ കണ്ടാൽ ഭഗവാന് തിരിച്ചറിയാമല്ലോ. ഹനുമാനുമായിട്ടുള്ള ബന്ധം അതാണ്. വേറെ തന്നെ വിളിച്ചിട്ട് ചില ഉപദേശം കൊടുക്കുന്ന രംഗം. മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കൈയിൽ കൊടുത്തീരിതു സഖേ. രാമനാമങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൻ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം. അതിവിശ്വാസമാണ് എൻ്റെ കാര്യത്തില്. എനിക്ക് നിന്നോട് മാത്രമാണ് പൂർണ്ണ വിശ്വാസമുള്ളത്. നീയാണ് അതിന്റെ അടിസ്ഥാനം. വിശ്വസ്തനായ ദൂതനാണ് താങ്കള്. രാമൻ ചുമതലപ്പെടുത്തുന്നു. രാമനാമ അങ്കുലീയകം, രാമനാമ അങ്കിതമാം അങ്കുലീയകം ഏൽപ്പിക്കുന്നു. രാമാനുഗ്രഹമുണ്ടെങ്കിൽ സാധിക്കുമെന്ന് ഇച്ഛാശക്തി ഉണ്ടായി രാമൻ തന്റെ വിരലിൽ അണിഞ്ഞ അങ്കുലീകം ഹനുമാന് നൽകി. ഋഷിബിലം എന്ന ഗുഹ, അസുരശില്പി മയന്റെ ഗുഹ, താപസ ശ്രേഷ്ഠയായ സ്വയംപ്രഭയെ കാണുന്നു. സ്വയംപ്രഭ വിശ്വകർമാവിന്റെ മകൾ ഹേമയുടെ തോഴിയാണ്. ഹേമ ബ്രഹ്മലോകത്ത് പോയി. സ്വയംപ്രഭ ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന രംഗം.
അത് കഴിഞ്ഞിട്ടാണ് നിശാചരമുനിയുടെ ആശ്രമം, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ജഡായുവിന്റെ സഹോദരനായ സമ്പാദിയെ കാണുന്നതും കാര്യങ്ങളൊക്കെ ലങ്കയിലേക്കുള്ള വഴിയും മറ്റു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ. അങ്ങനെ കിഷ്കിന്ധ കണ്ടത്തിൽ നിന്നും നമ്മളിതാ അടുത്ത ഭാഗത്തോടുകൂടി ആ സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കാനുള്ള രംഗം കൂടിയാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് വേണ്ടതുപോലെ അനുസ്മരിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സുഗ്രീവന്റെ രാജ്യാഭിഷേകം കഴിഞ്ഞതിന് ശേഷമുള്ള രംഗങ്ങളിൽ ഈ ക്രിയായോഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അനുസ്മരിക്കാം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൻ ഓർക്കിലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുകയാൽ തന്നെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവം ആരാധിക്കമാമെടോ. കമലത്തിങ്കലാകിലും മാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാലഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃലേപനാദി വിധി വഴികാലേ കുളിക്ക വേണം. ദേഹശുദ്ധിയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്ക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം. പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നോ യജിക്ക ഹവിസ്സുകൊണ്ട് ആദരാലർക്കനെ സ്തണ്ടിലെത്തിങ്കൽ എന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ. പത്രം പുഷ്പം ഫലം തോയം ഭഗവാന്റെ വാക്കുകളാണ്. ഏതായാലും വിശേഷമാണ്. ഭക്തിയോടുകൂടിയിട്ട് എനിക്ക് വെള്ളം തന്നാൽ പോലും ഞാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും, ഭക്തനെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൂജാവിധികൾ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ആഗമോക്ത പ്രകാരേണ നീരാജനൈ ധൂപദീപൈർനിവേദ്യർ ബഹുവിസ്തരൈ. ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ. ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനക്ക കുമാരനീ. ഔപാസനാഗ്നൗ ചരുണ ഹബിഷാധ സോപാധിനാജൈകമോഹം മഹാമതേ. തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം. മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ. മന്ത്രത്തിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീദലാദിയും ദത്വാം
അതഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാടാതിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമങ്കേ നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യമഹസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേമമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇത്തമ്മയോഗം ക്രിയായോഗമുത്തമം ഭക്തിയാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാം അവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമകാത്മജേ ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നുട വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്ന ഏകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിതന്നഹോ. ബാലി മഹാബലവൻ കപിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവാപരശോധവാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മൂർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീ സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നിന്നു നന്ന്. ഇങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാഥനും നന്ദനൻ തന്നെ വാക്കുകേട്ട് അഞ്ജസ ഭീതനായോരു സുഗ്രീവനും ഉത്തമരായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തുതിക്കിങ്കലേക്കുമയച്ചീടണം.
സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ധൃതം നേരെ 10,000 കപിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനവൻ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിരുന്നിടിനാൻ ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാൻ അഭിമതദത്തപൂർവം. കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാതിതൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥം അതിദ്രുതം. കോപേന ലക്ഷ്മണൻ വരുന്ന ഭാഗം, സാന്ത്വനിപ്പിക്കുന്ന ഭാഗം, ഉപദേശിക്കുന്ന ഭാഗം, ഇതൊക്കെ വർണ്ണിച്ച് ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. ഇത്രയൊക്കെ പകർന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇതാ സുഗ്രീവൻ ശ്രീരാമന്റെ സന്നിധിയിൽ വന്ന് രാമപാദത്തിൽ വീണ് കാൽക്കൽ വീണ് നമസ്കരിച്ച് അതാ വിശേഷേണ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന, ദൃഢപ്രതിജ്ഞ അറിയിക്കുന്ന ഒരുക്കങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രംഗം, സീതാ അന്വേഷണം, ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൂടെ വിവരിക്കുന്നത്. സ്വയം പ്രഭാ സ്തുതി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത സുദിനത്തിൽ വർണ്ണിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ജഡാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്തഭീതിഭഞ്ജനം ഭജേഹ രാമമാശ്രയം. ഭവിഗദായകം പാപനാശകം ഭവസമീഡിതം യസ്യ നാമതം പവനസൂനുനാ സേവിതം സദാ ദശരഥാത്മജം രാമമാശ്രയേ. നിശിചരദ്വിഷം കീർത്തിചന്ദ്രിക ശിശിരിതാഖില ക്ഷോണിമണ്ഡലം അശരണാവന പ്രീണനവ്രതം ദശരഥാത്മജം രാമമാശ്രയേ. രഘുകുലോത്തമം കൗശികാദൃതം പിതൃകൃതേ വൃതാരണ്യ ജീവിതം കപിസഹായകം രാവണാന്തകം ദശരഥാത്മജം രാമമാശ്രയേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.